ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേഡീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കോണ്ടിനെൻ്റൽ ഡിഷായിട്ടുള്ള ബീഫ് സ്റ്റീക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത നല്ല ദശയുള്ള തിൻ സ്ലൈസ്ഡ് ആയിട്ടുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് അല്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നന്നായിട്ട് ഇതിലേക്ക് പുരട്ടി വെക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലോ ഒലിവ് ഓയിലോ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ബട്ടർ നന്നായിട്ടൊന്ന് ഉരുക്കിയതിന് ശേഷം അതിലേക്ക് അല്പം ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ബീഫ് ഞാനിവിടെ ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ചൂടാകിയ ബട്ടറിലേക്ക് നമ്മൾ തവയിലേക്ക് നമ്മുടെ ബീഫ് വെച്ച് കൊടുക്കണം. പിന്നീട് അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ആ ബട്ടറിലൊന്ന് ഫ്രൈ ആവണം. അപ്പോൾ വെളുത്തുള്ളി ടേസ്റ്റ് ഇതിന് പ്രത്യേക രുചി നൽകുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ സൈഡായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അല്പം വെജിറ്റബിൾ കൂടി എടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കവും തക്കാളിയും മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് നമുക്ക് അല്പം ചീസ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി സ്പൈസി ആയിട്ട് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ കൂടെ പച്ചമുളക് ഉപയോഗിക്കാവുന്നതാണ്. ഉള്ളിയോ അതുപോലെ മറ്റ് വെജിറ്റബിളും കൂടി നമുക്കിതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് പച്ചയായിട്ടും കഴിക്കാം, അതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഈ വെജിറ്റബിൾ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ബീഫ് വെറും 5 മിനിറ്റ് മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് 2.5 മിനിറ്റ് ഒരു ഭാഗവും 2.5 മിനിറ്റ് മറ്റേ ഭാഗവും മറിച്ചിട്ടും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കൂടുതൽ ഫ്രൈ ചെയ്താൽ ഇത് റബ്ബർ പോലെയായിട്ട് മാറും. അതുകൊണ്ട് കൂടുതൽ ഫ്രൈ ചെയ്യരുത്. നമ്മുടെ ബീഫ് വളരെ തിന്നായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനും എളുപ്പമാണ്. നമുക്ക് സൈഡ് വണ്ണമുള്ള ബീഫൊക്കെ ആണെങ്കിൽ നമുക്കിത് വെന്ത് കിട്ടാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. കൂടുതൽ വേവിച്ച് ഞാൻ പറഞ്ഞ പോലെ റബ്ബർ പോലെയുള്ള ഒരു ടേസ്റ്റാണ്, ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് സ്റ്റീക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് മാത്രമേ നമ്മളിത് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് അല്പം കൂടി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിളും ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് പച്ചയോടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ്. പക്ഷേ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.